ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രമ്യയാണ്. രാജുവുമായിട്ടുള്ള തന്റെ വിവാഹം നടന്നില്ലെങ്കിൽ താൻ എന്താണെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ് രമ്യ. അതിന്റെ ആദ്യപടിയായിട്ട് രാധമ്മയെ കയ്യിലെടുക്കണമെന്നും രാധമ്മയെ കയ്യിലെടുക്കണമെങ്കിൽ അമ്മ ശ്രീലക്ഷ്മിയെ സ്വീകരിക്കണമെന്നും രമ്യ പറയുമ്പോൾ തന്റെ മകളുടെ ആഗ്രഹത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുകയാണ് രുക്മിണി. പിന്നീട് കാണിക്കുന്നത് ഹരീഷിനെയും ശ്രീലക്ഷ്മിയുമാണ്. സാധനങ്ങളെല്ലാം തീർന്നു തുടങ്ങിയിട്ടുണ്ടെന്നും എനിക്കിതെല്ലാം ശീലമാ, പക്ഷേ ഹരീഷിന് അതുപോലെയല്ലല്ലോ എന്നൊക്കെ ശ്രീലക്ഷ്മി പറയുകയാണ്. അതേസമയം രാധമ്മ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. രാധമ്മയെ ഇവിടെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അറിയിച്ചതിന് ശ്രീലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്ന ഹരീഷിനെയാണ് കാണിക്കുന്നത്. തുടർന്ന് രാധമ്മ അവരോട് തന്റെ ഒപ്പം വീട്ടിലേക്ക് വരാനായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരിക്കലും അഭിമാനം കളയാൻ താൻ തയ്യാറല്ലെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നോളാമെന്നും തീർത്തു പറയുകയാണ് ഹരീഷ്. തുടർന്ന് ഇറങ്ങാൻ നേരം കുറച്ചു പണം രാധമ്മ ശ്രീലക്ഷ്മിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ചിലവുകൾക്കെല്ലാം ഇത് വേണ്ട വരും മോളെ, അതുകൊണ്ട് മോൾ എന്താണെങ്കിലും ഇത് കയ്യിൽ വെച്ചോ. പക്ഷേ ഹരീഷിനോട് പറയാൻ നിൽക്കണ്ട, അവനെന്താണെങ്കിലും ഇതൊന്നും സഹിക്കാൻ സാധിക്കില്ല. പിന്നെ ബേക്കറി പലഹാരങ്ങളോടൊപ്പം തന്നെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളും അമ്മ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും മോൾക്ക് അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞ് രാധ യാത്രയാകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ശ്രീലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ വീടാണ്. രാജുവും ഋതികയും തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അവരുടെ സംസാരമെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് സരസ്വതി തമ്പുരാട്ടി. രാജുവിനോട് പ്രണയത്തെ പറ്റിയും രാജുവിന് തന്നോടുള്ള ഫീലിങ്സിനെ കുറിച്ചും ഒക്കെ തന്നെ ഋതിക ചോദിക്കുമ്പോൾ തനിക്കിപ്പോ ഒന്നും പറയാനില്ലെന്നും എനിക്കിപ്പോ വീട്ടിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് രാജു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഋതിക അകത്തേക്ക് കയറുമ്പോൾ തന്നെ സരസ്വതി തമ്പുരാട്ടി തന്റെ കൂടെ വന്ന സ്ത്രീയോട് ഋതികയെ വിളിപ്പിക്കാനായി പറയുകയാണ്. അങ്ങനെ ഋതിക അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല, നീ എന്താ ആ പയ്യനുമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടല്ലോ, അതാരാണെന്ന് സരസ്വതി തമ്പുരാട്ടി ചോദിക്കുമ്പോൾ അത് അച്ഛന്റെ പി എ ആണെന്നും അത് ചോദിക്കാൻ നിങ്ങൾ ആരാണെന്നും ഋതിക ചോദിക്കുന്നു. ഞാൻ ആരാണെന്നെന്താ നിനക്കറിയില്ലേ എന്ന് സരസ്വതി തമ്പുരാട്ടി ചോദിക്കുമ്പോൾ ഋതിക പറയുകയാണ്, എന്താണെങ്കിലും ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ അമ്മാമ്മയാണെന്നൊക്കെ ഇവിടെയുള്ളവർ പറയുന്നത് കേട്ടു. പക്ഷേ അമ്മാമ്മ മറന്നാൽ പേരക്കുട്ടിയോട് വാത്സല്യവും സ്നേഹം നിറഞ്ഞ നോട്ടവും ഒക്കെ തന്നെ ഉണ്ടാകില്ലേ? ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ വരുന്നെന്ന് കേട്ടപ്പോൾ ഞാൻ കരുതി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമെന്നും എന്നെ സ്നേഹിക്കുമെന്നും ഒക്കെ തന്നെ. പക്ഷേ അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ രാജുവിന്റെ കാര്യം, ഈ വീട്ടിൽ ശരിക്കും ഞാനൊരു ഓർഫനെ പോലെയാണ് കഴിയുന്നത്. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ തന്നെ പങ്കുവെക്കാനും എനിക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് പരിഹാരം കണ്ടെത്തി തരാനും ഒക്കെ രാജു മാത്രമേ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. രാജു എനിക്ക് നല്ലൊരു സുഹൃത്താണെന്നും ഇതിൽ പരം മറ്റൊരു ബന്ധമില്ലെന്നും ഋതിക പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നും സരസ്വതി പറയുന്നു. എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനൊന്നും നിങ്ങൾ ആരുമല്ലെന്ന് ഋതിക തീർത്ത് പറയുമ്പോൾ ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരികയാണ് പ്രതാപൻ. നീ എന്തൊക്കെയാ തമ്പുരാട്ടിയോട് ഈ പറയുന്നതെന്ന് ദേഷ്യത്തോടെ വർമ്മ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് പോവുകയാണ് ഋതിക. തുടർന്ന് പ്രതാപൻ ഋതികയ്ക്ക് വേണ്ടി തമ്പുരാട്ടിയോട് ക്ഷമ ചോദിക്കുന്നു. എന്താണെങ്കിലും അവളിൽ നിന്നും ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. രക്തത്തിൽ അലിഞ്ഞു ചേർന്നതല്ലേ പുറത്ത് കാണിക്കൂ. പ്രതാപൻ എന്താണെങ്കിലും അവൾക്ക് വേണ്ടി എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം ഞാൻ നൽകാൻ തുടങ്ങിയാൽ ഇവിടെ എന്തുണ്ടാകുമെന്ന് പ്രതാപൻ ചിന്തിച്ചാൽ മാത്രം മതിയെന്ന് തമ്പുരാട്ടി തീർത്തു പറയുമ്പോൾ ഉത്തരമില്ലാതെ തലകുനിച്ചു നിൽക്കുന്ന പ്രതാപനെയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.